പോസിറ്റീവായിട്ട് സംസാരിക്കാൻ പറ്റൂ. നിനക്ക് പോസിറ്റീവായിട്ടോ അതോ ആ മേഘനയ്ക്ക് പോസിറ്റീവായിട്ടോ? ഞാൻ ഇപ്പോഴും നിന്റെ ഭാഗത്തല്ലേ നിൽക്കാറുള്ളൂ. ഇതുകൊണ്ട് മേഘനെ കൊണ്ടുള്ള ശല്യം തീരുമെന്ന് ഉറപ്പായി. ശ്രീരാമജയം 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 ശ്രീരാമജയം. വിവേക്, മേഘനയ്ക്ക് എന്താ പറ്റിയത്? ശരിക്കും അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പിന്നെ വലിയേട്ടാ, അതെ വലിയേട്ടാ, ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. പിന്നെ റെസ്റ്റ് എടുക്കാതെ എന്തിനാ ഇവിടെ ഓടി വന്നത്? വഴിപാടുകൾ പൂർത്തിയാക്കണ്ടേ? ഏട്ടത്തി ഒരു തീരുമാനം എടുത്താൽ നടത്താതിരിക്കില്ലല്ലോ. ജീവൻ പോകുന്ന അവസ്ഥയിലായാലും ശരി, ചെയ്യാൻ തീരുമാനിച്ച കാര്യങ്ങൾ നടത്തിയിരിക്കും. അതിന് ഏട്ടത്തിയെ തടയാൻ ആർക്കും ആവില്ല. ആ മേഘന എന്താ ഇതുവരെ തളരാത്തത്? അത് തന്നെയാ മഞ്ജരി ഞാനും ആലോചിക്കുന്നത്. അവള് കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. എത്രയും പെട്ടെന്ന് വീണ അത്രയും നല്ല കാര്യം. മിഥുൻ അവളെ വഴക്ക് പറയുന്നതും കാണായിരുന്നു. ശ്രീരാമജയം 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 ശ്രീരാമജയം. ആന്റി, മിഥുനത് എങ്ങോട്ടേ പോകുന്നേ? എന്തായാലും മേഘന വീഴാൻ പോവല്ലേ. ഇവിടെ വെച്ചെന്നെ വഴക്ക് പറയാൻ വേണ്ടിയായിരിക്കും. ശ്രീരാമജയം ശ്രീരാമജയം. ഞാനും കൂടെ നിന്നെ സഹായിക്കാം. പ്രദർശനം പൂർത്തിയാക്കാൻ നോക്കാം. ശ്രീരാമജയം 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 ശ്രീരാമജയം. എന്താ ആന്റി ഇത്? നമ്മള് പ്രതീക്ഷിച്ചതുപോലെ അല്ലല്ലോ ഇവിടെ സംഭവിക്കുന്നേ. മേഘന വീഴാൻ പോയപ്പോ മിഥുൻ അവളെ സഹായിക്കുന്നു. ഇതാ ഭാര്യ ഭർത്തൃ ബന്ധം. ആന്റി ഇത് എന്തൊക്കെയാ പറയുന്നേ? ഒന്നുമില്ലെങ്കിലും മേഘനയോടൊപ്പം മിഥുൻ 6-7 കൊല്ലം ജീവിച്ചതാണല്ലോ. ആ സ്നേഹമാ അവള് വീഴാൻ പോയപ്പോ താങ്ങാവാൻ തോന്നിച്ചത്. ആന്റി, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ആന്റി ഇപ്പൊ എന്നെയല്ലേ സപ്പോർട്ട് ചെയ്യണ്ടേ? എന്നിട്ടിപ്പോ ആ മേഘനയ്ക്ക് വേണ്ടി എന്തിനാ സംസാരിക്കുന്നേ? സാഹചര്യം ഇപ്പൊ അങ്ങനെ ആയി പോയില്ലേ. നീ വീണു പോയപ്പോ മിഥുൻ അത് കാര്യമായി എടുത്തതേയില്ല. വാ. ശ്രീരാമജയം
മനോബലം ഉള്ളതുകൊണ്ടും ഭർത്താവിന്റെ സഹായം ഉള്ളതുകൊണ്ടും വഴിപാട് ഭംഗിയായി പൂർത്തിയാക്കി. ദൈവാനുഗ്രഹവും നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടെന്ന് മനസ്സിലായി. നോക്ക് ചക്കി, നമുക്ക് പോയി ആഞ്ജനേയ സ്വാമിയോട് താങ്ക്സ് പറഞ്ഞാലോ? ആ പോകാം, വാ ചിക്കു. ആഞ്ജനേയ സ്വാമി, ആഞ്ജനേയ സ്വാമി, ആഞ്ജനേയ സ്വാമി, ആഞ്ജനേയ സ്വാമി, ആഞ്ജനേയ സ്വാമി, ആഞ്ജനേയ സ്വാമി, ആഞ്ജനേയ. ഇവിടെയുണ്ട് കുട്ടികളെ. ദേ നോക്ക്, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ. താങ്ക് യു സോ മച്ച് ആഞ്ജനേയ സ്വാമി. ഞങ്ങളുടെ അമ്മ അമ്പലത്തിൽ വരികയും ചെയ്തു, നേർച്ച പൂർത്തിയാക്കുകയും ചെയ്തു. മഞ്ജിരിക്ക് നേർച്ച പൂർത്തിയാക്കാൻ പറ്റാതെ വീണുപോയി. ഞങ്ങളുടെ അമ്മയാ പിന്നെ അത് ചെയ്തത്. അങ്ങനെ അച്ഛന്റെ ദേഷ്യമൊക്കെ മാറി ഹാപ്പിയായി. ഇപ്പൊ ഞങ്ങള് ഹാപ്പിയായി. ഇതിനെല്ലാം കാരണക്കാരൻ സ്വാമിയാണെന്ന് ഞങ്ങൾക്കറിയാം. സ്വാമിയല്ലേ അമ്മയെ അമ്പലത്തിലേക്ക് എത്തിച്ചത്? അതെ ആഞ്ജനേയ സ്വാമി, സ്വാമി തന്നെയല്ലേ അമ്മയെ അമ്പലത്തിലേക്ക് എത്താൻ സഹായിച്ചത്. എല്ലാ വഴിപാടുകളും അമ്മ തന്നെ ചെയ്തു. ഇന്ന് സംഭവിച്ച ഒരു കാര്യത്തിലും എന്റെ ഭാഗത്തു നിന്ന് ഒരു സഹായവും ആർക്കും ചെയ്തിട്ടില്ല. ഇതിനെല്ലാം കാരണം നിങ്ങളുടെ അമ്മയുടെ മനോബലമാണ്. അതെങ്ങനെ ശരിയാവും? സ്വാമിയുടെ സഹായമില്ലാതെ വയ്യാതെ കിടന്ന് ഞങ്ങളുടെ അമ്മ എങ്ങനെ വരാനാ? ഇത്രയും വഴിപാടുകൾ എങ്ങനെ തീർക്കും? സ്വാമി തന്നെയല്ലേ അമ്മയ്ക്ക് ഇതിനൊക്കെയുള്ള ശക്തി കൊടുത്തത്. സ്വാമിയല്ലേ ദൈവം, ഞങ്ങളുടെ അമ്മ മനുഷ്യല്ലേ. ഈ ദൈവത്തെ പോലും ഒരമ്മയാണ് പ്രസവിച്ചത് കുട്ടികളെ. എല്ലാവർക്കും ഒരു ജന്മം അവസാനിക്കുമ്പോൾ മറ്റൊരു ജന്മം ലഭിക്കുന്നത് അമ്മയുള്ളത് കൊണ്ടാണ്. ഓരോ ജന്മങ്ങൾക്കിടയിലെ ദൂരവും നിസ്സാരമായി കാണുന്നത് അമ്മയാണ്. നമ്മുടെ ഭാരങ്ങൾ നമുക്ക് വേണ്ടി ഏറ്റെടുക്കുന്നതാണ് അമ്മ. അങ്ങനെ ഒരു അമ്മയ്ക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കാൻ കഴിയില്ലെന്നാണോ? സ്വാമി എന്താ പറഞ്ഞെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും നേരം ഞങ്ങളുടെ അമ്മയെ സഹായിക്കാതെ സ്വന്തം കാര്യം നോക്കി സ്വാമി അമ്പലത്തിലിരിക്കായിരുന്നു. അതല്ലേ ഉദ്ദേശിച്ചത്? അതേ കുട്ടി, അമ്മമാരുടെ മനോബലത്തെ ഒരിക്കലും ചോദ്യം ചെയ്യരുത്. നമ്മുടെ അമ്മയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാളി. അവരുടെ പരിശ്രമങ്ങളെ ആർക്കും തോൽപ്പിക്കാനാവില്ല. അതുകൊണ്ടാണ് ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാലും എതിർക്കാനും മുന്നേറാനും മനുഷ്യന് സാധിക്കുന്നത്. ശരിയായ തീരുമാനങ്ങൾ എടുത്ത് അപമാനങ്ങളെല്ലാം മറികടന്ന് കഷ്ടതകളെയെല്ലാം തള്ളി നീക്കി എത്ര വലിയ ശത്രുക്കളാണെങ്കിലും അവരോട് ക്ഷമിക്കാൻ മനസ്സുള്ള എന്റെ അമ്മ സീതാദേവിയുടെ മനസ്സാണ് ഇവിടെ ഓരോ അമ്മയ്ക്കും. സ്വാമി എന്താ ഇങ്ങനെ ദൈവങ്ങളെപ്പോലെ ഞങ്ങളുടെ അമ്മേനെ ഇങ്ങനെ പൊക്കി പറയുന്നത്? നന്മയുടെ ഭാഗത്ത് നമ്മൾ എപ്പോഴും നിലകൊള്ളണം കുട്ടികളെ. മനുഷ്യനിൽ തന്നെ ദൈവത്തെ കാണാൻ കഴിയുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട നന്മ. അപ്പൊ ഇതുപോലെ സ്വാമിക്ക് എന്റെ അമ്മയെ കുറിച്ചും പറയാൻ പറ്റുമോ? ഞാൻ ഇത്ര നേരം പറഞ്ഞതും അതേ അമ്മയുടെ കാര്യം തന്നെയല്ലേ? ചക്കി ചോദിച്ചത് എന്റെ അമ്മേനെ കുറിച്ചല്ല സ്വാമി, ചക്കിയുടെ അമ്മേനെ കുറിച്ചാ. ആ അമ്മയെ കുറിച്ച് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. സ്വാമി എപ്പോഴും ഇങ്ങനെ തന്നെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കും. സത്യമല്ലേ കുട്ടി, എനിക്ക് പറയാൻ പറ്റൂ. അതൊന്നും അല്ല, സ്വാമിക്ക് കൺഫ്യൂഷനാ, അതുപോലെ ഞങ്ങളെയും കൺഫ്യൂഷൻ ആക്കുക. എനിക്ക് അറിയുന്ന കാര്യത്തെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവാറായിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ വെറുതെ കൺഫ്യൂഷൻ ആക്കാതെ കാര്യം പറ സ്വാമി. ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം സത്യമാണ് മോളെ. അപ്പൊ ഞാൻ പോട്ടെ കുട്ടികളെ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ശ്രീരാമജയം. എന്താണോ എന്തോ സ്വാമി പറഞ്ഞ കാര്യമൊന്നും എനിക്കും മനസ്സിലായില്ല. നമുക്കൊന്നും മനസ്സിലായില്ലെന്ന് പറഞ്ഞ സ്വാമി അതൊന്നും പറഞ്ഞു തരില്ലല്ലോ. ബാ, എന്നാ നമുക്ക് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. പോവാം.
ഗുരുവിന് എന്താ പറ്റിയത്? വീണ്ടും വീണ്ടും ഒരു ആപത്തും കൂടി സംഭവിക്കാൻ പോകുന്നു. എന്താ ആപത്തിനെ കുറിച്ച് ഗുരു പറയുന്നേ? ദുരന്തം, വലിയൊരു അപകടം, മരണം. ഗുരു ആരുടെ കാര്യം പറയുന്നേ? അവർക്ക്, അതേ കുടുംബത്തിന് തന്നെ. വീണ്ടും നന്ദൻ കുടുംബത്തിന് അപകടം. അവരെങ്ങോട്ടും പോകാൻ പാടില്ല, എങ്ങോട്ടും യാത്ര ചെയ്യാൻ പാടില്ല. അവരതനുസരിച്ചില്ലെങ്കിൽ പണ്ട് നടന്നതുപോലൊരു ദുരന്തമാണ് അവരെ കാത്തിരിക്കുന്നത്. യമന്റെ താണ്ഡവമായിരിക്കും കാണാൻ പോകുന്നത്. ചെല്ലു, ആ മേഘനയെ ഫോൺ ചെയ്യണം. എവിടേക്കും യാത്ര പോകരുതെന്ന് പറയണം. പെട്ടെന്ന് ഫോൺ ചെയ്യ്. ആയിക്കോട്ടെ ഗുരുക്കളെ. ഗുരു, അവിടെ ആരും ഫോൺ എടുക്കുന്നില്ല. അവരെടുക്കുന്നത് വരെ ഫോൺ ചെയ്യണം. അപകടത്തെക്കുറിച്ച് കാര്യമായി പറയണം. ശരി. ആഹാ, അല്ല ശേഖരനല്ലേ വരുന്നേ? നമസ്കാരം ജയദേവ. നമസ്കാരം. ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്. വരൂ, അകത്തേക്ക് വരൂ. വരൂ, ഇങ്ങോട്ടിരിക്കേ. മേഘന ഇവിടെ തന്നെയില്ലേ? മേഘനയും ചാരു എല്ലാം ഇവിടെ തന്നെയുണ്ട്. ആദ്യം അങ്ങോട്ട് ഇരിക്കേ. മോളെ മേഘനെ, ചാരു, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. ആ അമ്മാവാ, സുഖം തന്നെയല്ലേ? ദൈവം സഹായിച്ച് സുഖ. മോക്ക് സുഖല്ലേ? എനിക്കൊരു കുഴപ്പമില്ല അമ്മാവാ. ഞാൻ ക്ഷണിക്കാൻ വന്നതാ. എന്താ വിശേഷിച്ച്? ഈ വർഷത്തെ ഉത്സവം നടക്കല്ലേ? വക്കീലമ്മാവൻ എപ്പോ വന്നു? മോളെ മേഘന, വക്കീലമ്മാവ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇത്രയും നാള് കഴിഞ്ഞ് ഇപ്പോഴാണ് ഞങ്ങളെ ഓർത്തത്. നാട്ടിൽ എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു മോളെ. അമ്മേ, ഈ മുത്തശ്ശൻ ആരാ? എന്റെ അമ്മാവനെ ചിക്കു, അതായത് നിങ്ങളുടെ മുതുമുത്തശ്ശൻ. അമ്മവ, ഇത് എന്റെ മകനാ. ഇങ്ങ് വന്നേ. ഇവനെ കാണാൻ ഇവന്റെ അച്ഛനെ പോലെ തന്നെ ഉണ്ടല്ലോ മോളെ. അമ്മവ, ഇതാണ് എന്റെ. പറയേണ്ട കാര്യമില്ല, നിന്റെ മകളല്ലേ, കണ്ടാലറിയില്ലേ. മുത്തശ്ശന്റെ അടുത്തേക്ക് വാ. വാ, ഇവിടെ ഇരിക്കേ. മോളെ കാണാനേ നിന്നെ വരച്ചു വെച്ച പോലെ തന്നെ ഉണ്ട്. കുഞ്ഞിലെ നീ ഇങ്ങനെയായിരുന്നു. ഹലോ കാർന്നോരെ, കണ്ണൊന്നു കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാ. നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ആ കുട്ടിയെ മേഘന പ്രസവിച്ചതൊന്നുമല്ല, ചക്കിയമിതും ദത്തെടുത്ത് വളർത്തുന്നതാ. മഞ്ജരി, ആരോടെന്ത് സംസാരിക്കണമെന്ന് നിനക്കറിയില്ലേ? ബോധമില്ലേ നിനക്ക്? ആർ യു ഔട്ട് ഓഫ് യുവർ മൈൻഡ്? ക്ഷമിക്കും മോനെ മിഥുൻ. മോളെ കാണാൻ മേഘനെ പോലെ തന്നെയുണ്ട്, അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞേ. അതൊന്നും കാര്യാക്കണ്ട. ചക്കിയെ കാണുന്ന എല്ലാവരും തന്നെ മേഘനയുടെ മോളാണെന്നാ പറയാറ്. എന്റെ അമ്മയുടെ പേര് പാർവതി എന്നാണ്. ആവശ്യമില്ലാണ്ട് മിഥുന്റെ വായന കേൾക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു മഞ്ജരി. ചക്കി അവര് തെറ്റിദ്ധരിച്ചാൽ എന്താ പ്രശ്നം? മിണ്ടാതിരിക്കാൻഡി. ഇത്രയും വർഷം കഴിഞ്ഞ് പെട്ടെന്ന് എന്താണോ ഇങ്ങനൊരു വിസിറ്റ്?
എന്റെ മക്കളെയും ചെറുമക്കളെയും ഒക്കെ കണ്ടിട്ട് ഒരു വിവരം പറഞ്ഞു പോകാമെന്ന് കരുതി കയറിയത്. ആ മോളെ ചാരു, നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ? ആരെയും അറിയിച്ചില്ലല്ലോ. ആ അങ്ങനെ ഒരു കല്യാണം നടക്കുന്ന കാര്യം ഈ വീട്ടിലുണ്ടായിരുന്ന ഞങ്ങള് പോലും അറിഞ്ഞില്ല. പിന്നെ ഇത്രയും ദൂരെ കിടക്കുന്ന നിങ്ങൾ എങ്ങനെ അറിയാനാ? ഒരു കള്ള കല്യാണമായിരുന്നു അത്. കള്ള കല്യാണമൊന്നും ആയിരുന്നില്ല അമ്മാവ, അമ്പലത്തിൽ വെച്ച് തന്നെ നടത്തിയത്. ഇതാണ് എന്റെ ഭർത്താവ്. നമസ്കാരം അമ്മാവ. നമസ്കാരം മോനെ. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാ. ദീർഘസുമംഗലി ഭവ. ഇപ്പൊ ആന്റിക്ക് സമാധാനായല്ലോ. എന്തോ വിവരം അറിയിക്കാൻ വേണ്ടി വന്നെന്നല്ലേ പറഞ്ഞേ? എന്താ കാര്യം? ആരുടെങ്കിലും മരണവാർത്തയാണോ? ദുഃഖവാർത്തയല്ല മോളെ, ശുഭകാര്യം തന്നെയാ. ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെ നാട്ടിലെ ഉത്സവം നടക്കാൻ പോവുക. മേഘനയുടെ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരുപാട് നാളായില്ലേ. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് വരണം. നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് പൂജകളൊക്കെ നടത്തണം. അങ്ങനെ ആയിക്കോട്ടെ. പൂജയ്ക്ക് ഇവർ രണ്ടുപേരും അങ്ങോട്ട് എത്തിക്കോളും. ആ, അവര് മാത്രം വന്നാ പോരാ, എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണം. മോനെ മിഥുൻ വരുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാം. ഒരുപാട് സന്തോഷമുണ്ട് മോളെ. നിങ്ങളെയൊക്കെ ഒന്നിച്ച് കാണാൻ ഒരു നാട് മുഴുവൻ കാത്തിരിക്കുക അവിടെ. പൂജയ്ക്ക് നിങ്ങളെല്ലാവരും എത്തിയ നാട്ടിലെല്ലാവർക്കും അത് തന്നെ ഒരു ആഘോഷമാകും. അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ മോളെ. എന്താ ഇത്ര ധൃതി? ഇപ്പൊ ഇങ്ങോട്ട് വന്നാലേ ഉള്ളൂ. അമ്പലത്തിൽ ഉത്സവത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ആഹാരം കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതി അമ്മാവ. നിങ്ങളെ കണ്ടപ്പോ തന്നെ എന്റെ മനസ്സങ്ങ് നിറഞ്ഞു മോളെ. നിങ്ങളുടെ മുഖത്ത് സന്തോഷവും പിന്നെ കുട്ടികളുടെ ചിരിയും എല്ലാവരുടെയും കരുതലും ഒക്കെ കണ്ടപ്പോ വിശപ്പൊക്കെ മറന്നുപോയി മോളെ. നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആഹാരം കഴിക്കാം. ഇറങ്ങട്ടെ ചെയ്തേവാ. ശരിയാ, ശരി. പോയിട്ട് വരാം മോനെ. ഇറങ്ങട്ടെ മോനെ. ശരി മുത്തശ്ശ. വാ. വാ വിവേക്. മിഥുനേട്ടാ, വക്കീലമ്മാവിന്റെ മുന്നിൽ വെച്ച് മിഥുനേട്ടനോട് കുറച്ചധികം സ്വാതന്ത്ര്യം എടുത്ത് പെരുമാറിയതിന് എന്നോട് ക്ഷമിക്കണേ. മിഥുനേട്ടൻ ഇത്രയും സീരിയസ് ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വിചാരിച്ച് മുത്തശ്ശൻ ഒരുപാട് വിഷമിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോ അങ്ങനെയൊക്കെ ചെയ്തു പോയത്. അതവിടെ ഇരിക്കട്ടെ. ഞാനും നിന്റെ കൂടെ നാട്ടിലേക്ക് വരുമെന്ന് നീ വെച്ച് വിളമ്പുന്നുണ്ടായിരുന്നല്ലോ. അപ്പം മിഥുനേട്ടൻ വരുന്നില്ലെന്നാണോ? വരാന്ന് ഞാൻ നിന്നോട് പറഞ്ഞോ? മിഥുനേട്ടൻ വന്നാൽ എല്ലാവർക്കും സന്തോഷാവും. ഞാൻ വരില്ല. മിഥുനേട്ടെന്ന് പറഞ്ഞ എന്റെ നാട്ടുകാർക്കെല്ലാം എന്ത് ഇഷ്ടമാണെന്നറിയോ? നിന്റെ കൂടെ വരുന്ന ബുദ്ധിമുട്ട് ഓർത്തിട്ടാ വരാതെ. അതിന് ഞാൻ എന്താ ചെയ്തേ? നിന്റെ മുത്തശ്ശന്റെ മുമ്പിലെ പെർഫോമൻസ് കണ്ടതല്ലേ. ഇനി നിന്റെ നാട്ടിൽ വന്ന അവരുടെ മുമ്പിലും ഇതുപോലെ ഒത്തിരി ആക്ട് ചെയ്യണ്ടേ? അതിന്റെ ആവശ്യമൊന്നും വരില്ല. എന്നോട് നോർമലായിട്ട് പെരുമാറി മാത്രം മതി. എനിക്കിവിടെ ഓഫീസിൽ ഒരുപാട് വർക്കുള്ളതാ. എന്നെ ഫോഴ്സ് ചെയ്യണ്ട. അങ്ങനെയാണെങ്കിൽ മിഥുനേട്ടനെ ഞാൻ ഓഫീസിലെ ലീവ് തരാം.